ഒരൊറ്റ രാത്രിയിൽ കാക്കി കൂത്താടിയ ഗ്രാമം. ലാത്തിക്കും രാത്രിക്കും പേ പിടിച്ചു. അതെ, പറഞ്ഞു വരുന്നത് തങ്കമണിയെ പറ്റിയാണ്. അപ്പോൾ എന്താണ് ഈ തങ്കമണി സംഭവം? വർഷം 1986 ഒക്ടോബർ 21. ഇടുക്കി ജില്ലയിലെ തങ്കമണി എന്നുള്ള ഗ്രാമത്തിൽ നടന്ന സംഭവമാണിത്. അവിടത്തേക്കുള്ള ബസ് സർവീസിനെ ചൊല്ലി പോലീസുകാരുടെ ലാത്തി ചാർജ് ഉണ്ടായി. കട്ടപ്പനയിൽ നിന്ന് തങ്കമണിയിലേക്ക് പോയിക്കൊണ്ടിരുന്ന ബസ് സർവീസ് പാറമടയിലെത്തുമ്പോൾ ആളുകളെ ഇറക്കി വിടുമായിരുന്നു. കാരണം പാറമടയിൽ നിന്ന് തങ്കമണിയിലേക്കുള്ള ബസ് സർവീസ് ഗതാഗത യോഗ്യമല്ലായിരുന്നു. അതുമാത്രമല്ല, അക്കാലത്ത് കട്ടപ്പനയിൽ നിന്ന് തങ്കമണിയിലേക്ക് സഞ്ചരിക്കാൻ ആകെ ചുരുക്കം ചില ബസ്സുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കട്ടപ്പനയിൽ നിന്നും തങ്കമണിയിലേക്കുള്ള ബസ് സർവീസ് പാറമട കഴിയുമ്പോൾ ആളുകളെ അവിടെ ഇറക്കി വിടുന്നതായിരുന്നു പതിവ്. എന്നാൽ തങ്കമണി വരെയുള്ള ടിക്കറ്റ് ചാർജ് യാത്രക്കാരിൽ നിന്ന് ഈടാക്കുകയും ചെയ്തിരുന്നു. ഈ പ്രവണതയോട് നാട്ടുകാർ പ്രതികരിച്ചു. പ്രധാനമായും കോളേജ് വിദ്യാർത്ഥികളായിരുന്നു ബസ്സിലെ സ്ഥിരം യാത്രക്കാർ. തങ്കമണിയിലേക്ക് സർവീസ് നടത്തിക്കൊണ്ടിരുന്ന ബസ്സുകൾ പാറമട കഴിഞ്ഞ് ആളുകളെ ഇറക്കിവിട്ടപ്പോൾ ഒരിക്കൽ അത് വലിയൊരു പ്രശ്നമാവുകയും ചെയ്തു. തങ്കമണി റൂട്ടിൽ ഓടിക്കൊണ്ടിരുന്ന എലൈറ്റ് എന്ന സ്വകാര്യ ബസ് ജീവനക്കാർ യാത്രക്കാരെ പതിവ് പോലെ ഇറക്കി വിട്ടപ്പോൾ ഒരു കോളേജ് വിദ്യാർത്ഥി അത് ചോദ്യം ചെയ്യാൻ ഇടയാവുകയും ബസ് തങ്കമണി വരെ പോകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പിന്നീട് അത് വലിയൊരു വാക്ക് തർക്കത്തിൽ തന്നെ കലാശിച്ചു. പക്ഷേ ബസ് ജീവനക്കാർ വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ച് ബസ്സിൽ നിന്ന് ചവിട്ടി പുറത്താക്കി. അത് തങ്കമണിയിൽ വലിയ പ്രശ്നമാവുകയും വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിച്ചതറിഞ്ഞ തങ്കമണിയിലെ നാട്ടുകാർ പിറ്റേ ദിവസം സർവീസിന് വന്ന ബസ് ബലം പിടിച്ച് തങ്കമണി വരെ കൊണ്ടുപോയി. വിദ്യാർത്ഥികളെ മർദ്ദിച്ച ബസ് ജീവനക്കാർ മാപ്പ് പറയാതെ ബസ് തങ്കമണിയിൽ നിന്ന് തിരികെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് നാട്ടുകാർ ഉറപ്പിച്ചു പറഞ്ഞു. ആ രാത്രിയിൽ അവർ ഒരുമിച്ച് ശക്തമായി പ്രതികരിച്ചു. ഈ വിവരം പറഞ്ഞ ബസ് ഉടമയായ ദേവസ്യ പോലീസ് സഹായത്താൽ തങ്കമണിയിൽ നിന്ന് ബസ് തിരികെ കൊണ്ടുപോകാൻ ശ്രമം നടത്തി. എന്നാൽ ആ ശ്രമം പോലീസുകാരും നാട്ടുകാരും തമ്മിലുള്ള സംഘർഷത്തിന് വഴിത്തിരിവായി. പോലീസുകാരുടെ ലാത്തി ചാർജിലും നാട്ടുകാരുടെ കല്ലെറിയലിലും തങ്കമണി ഒരു കലാപ ഭൂമിയായി മാറി. നാട്ടുകാരുടെ ഈ പ്രതികരണം പോലീസുകാരെ കൂടുതൽ ചൊടിപ്പിച്ചു. എന്നാൽ അത് അവിടം കൊണ്ടും തീർന്നില്ല. അടുത്ത ദിവസം കാക്കിപ്പട വൻ ആയുധ ശേഖരവുമായി തങ്കമണിയിലെത്തി, അതും യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെ. പിന്നീട് തങ്കമണിയിലെ നാട്ടുകാർ സാക്ഷിയായത് വെടിവെപ്പും ക്രൂരമർദ്ദനവുമായിരുന്നു. വെടിവെപ്പിൽ തങ്കമണി സ്വദേശിയായ കോഴിമല അവറാച്ചൻ കൊല്ലപ്പെട്ടു. ഒട്ടനവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അവിടെയുള്ള അനവധി വീടുകൾ കയറിയിറങ്ങി ആളുകളെ മർദ്ദനത്തിനിരയാക്കി. സ്ത്രീകൾക്ക് നേരെ ശക്തമായ അതിക്രമവും ഉണ്ടായി. ആ രാത്രിയിൽ ഒട്ടനവധി നാശനഷ്ടങ്ങൾ തങ്കമണിയിൽ സംഭവിച്ചു. എലൈറ്റ് ബസിന്റെ ഉടമയായ ദേവസ്യ പിന്നീട് കുമളി ഗസ്റ്റ് ഹൗസ് ഉദ്യോഗസ്ഥനാവുകയും സൂര്യനെല്ലി സ്ത്രീ പീഡന കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളാവുകയും ചെയ്തു. തങ്കമണി സംഭവം കേരള രാഷ്ട്രീയത്തിൽ അപ്പാടെ പിടിച്ചുകുലുക്കി. 87 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് വലിയൊരു കോളിളക്കം തന്നെ സൃഷ്ടിച്ചു. കെ കരുണാകരനായിരുന്നു അന്നെത്തിയ ആഭ്യന്തരമന്ത്രി. സംഭവത്തെ പ്രതിപക്ഷ പാർട്ടികൾ രാഷ്ട്രീയ തുറുപ്പുചീട്ടാക്കി. കെ കരുണാകരനെതിരെ വലിയ രീതിയിലുള്ള രോക്ഷമുണ്ടായി. അന്ന് നടന്ന രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിൽ UDF കനത്ത പരാജയം നേരിട്ടു. അത് മാത്രമല്ല, EK നയനാറിന്റെ നേതൃത്വത്തിൽ LDF അധികാരത്തിൽ കയറുകയും ചെയ്തു. 1987 PG വിശ്വംഭരൻ സംവിധാനം ചെയ്ത ഇതാ സമയമായി എന്ന ചിത്രവും തങ്കമണി സംഭവത്തെ ആസ്പദമാക്കി പുറത്തിറക്കിയതായിരുന്നു. വീണ്ടും തങ്കമണി സിനിമയാവുകയാണ്. രതീഷ് രഘുനന്ദൻ സംവിധാനം ചെയ്യുന്ന ജനപ്രിയ നായകൻ ദിലീപ് നായകനാകുന്ന തങ്കമണി സിനിമ അണിയറയിൽ ഒരുങ്ങുകയാണ്. കേരള സമൂഹം മുഴുവൻ സാക്ഷിയായ തങ്കമണി സംഭവം സൂപ്പർ ഗുഡ് ഫിലിംസിന്റെ ബാനറിൽ രതീഷ് രഘുനന്ദൻ പുനരാവിഷ്കരിക്കുമ്പോൾ ഉണ്ടാകുന്ന വെല്ലുവിളികളും പ്രതീക്ഷകളും ഏറെയാണ്. ദിലീപ് എന്ന നടന്റെ ജനപ്രിയത എത്രത്തോളം സ്വീകാര്യമാകും എന്നതും കണ്ടറിയേണ്ട വിഷയമാണ്. കൂടുതലൊന്നും പറയേണ്ടതില്ല. സിനിമയാണ്, കണ്ടറിയാം. ലെറ്റ്സ് സീ അബൌട്ട് ദ ബ്ലീഡിംഗ് വില്ലേജ്.